നിന്റെ പിടിക്കാൻ മടിക്കില്ല കേട്ടോ. പ്രസിഡന്റ് ഒന്ന് അടങ്ങ്, എല്ലാരും ശ്രദ്ധിക്കുന്നു. ഈ ചടങ്ങ് കൊളവാക്കല്ലേ. ഏതായാലും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ സ്വന്തം പുഷ്പവല്ലി മേഡം ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടെ ഇരിപ്പുണ്ട്. ആ മഹനീയ സ്ത്രീയെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശാടന കിളികളെ, നമ്മൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. എന്ത് ഒന്നും. ഈ സംഘടനയുടെ രക്ഷാധികാരി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിതൃരക്ഷതി കൗമാരി, ഭർത്തോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹത്തെ എന്നാണല്ലോ ശങ്കരാഭരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഞാൻ പറയുന്നു, ക്ലാസ്മേറ്റോ രക്ഷതി കൗമാരെ, ബോയ് ഫ്രണ്ടോ രക്ഷതി യൗവനെ, ഹോംലേസോ രക്ഷതി വാർദ്ധക്യേ, ഓൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത്തെ എന്നാക്കി മാറ്റണം അത്. പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് അറിയിക്കുവാനുള്ളത്, വിവാഹത്തിന് ശേഷം എങ്ങനെ ഭർത്താവുമായുള്ള ബന്ധം വേർപെടുത്താമെന്നോർത്ത് ഇനി ഒരു സ്ത്രീകളും വിഷമിക്കേണ്ടതില്ല. അതിനായി വിവാഹബന്ധം വേർപെടുത്തുവാനുള്ള 101 എളുപ്പ വഴികൾ എന്ന എന്റെ പുസ്തകം ഈ ചടങ്ങിന്റെ അവസാനം പ്രകാശനം ചെയ്യുന്നതായിരിക്കും. അത് വാങ്ങി വായിച്ചു പഠിച്ചാൽ മാത്രം മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ മരമാകുന്ന പ്രസംഗത്തിലെ ഇലകളാകുന്ന വാക്കുകൾ പൊഴിച്ച് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, നമസ്തിദാതി വിസ്തുരിതം. ഞാൻ എടുക്കണം. ചടങ്ങാണ്. എല്ലാ വർഷത്തെയും പോലെ ഏറ്റവും കുറഞ്ഞ സമയം ഭർത്താവിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീക്കുള്ള അവാർഡാണ് നൽകാൻ പോകുന്നത്. ഇതിനുണ്ടായിരുന്നു. അതിൽ നിന്ന് 3 പേരെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദി നോമിനേഷൻസ് ആർ ചളിക്കവട്ടം ജാനകി. ചളിക്കവട്ടം ജാനകി വനിതകൾക്കൊരു വഴികാട്ടി, നമ്മുടെ അസോസിയേഷന്റെ മാനസപുത്രി. വിവാഹപ്പന്തലിൽ വെച്ച് കെട്ടുതാലിയുടെ കനം പോരെന്ന് പറഞ്ഞ് താലി വരന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ധം പിരിഞ്ഞ ധീര വനിത ചളിക്കവട്ടം ജാനകി. മങ്ങാട് സുഭദ്ര. മങ്ങാട് സുഭദ്ര തന്റെ 28ാമത്തെ വയസ്സിൽ വന്ന 28ാമത്തെ വിവാഹാലോചനയിലൂടെ വിവാഹം കഴിച്ച പുരുഷനെ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ച് ബന്ധം പിരിഞ്ഞ ധീരപുത്രി മങ്ങാട് സുഭദ്ര. കൊടകര ലളിത. കൊടകര ലളിത. ലളിതയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കുണ്ട് പറയാനും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് ബഹുമതികൾക്ക് അർഹയാണ് ഈ ബഹുമുഖ പ്രതിഭ. തന്റെ വിവാഹബന്ധം ലളിത പുല്ലുപോലെ വലിച്ചെറിഞ്ഞത് താലി കെട്ടി വെറും 1 മണിക്കൂറിനുള്ളിൽ. കൊടകര ലളിത. വരും പെൺതലമുറ ഈ മഹതികളെ കണ്ടു പഠിക്കണം. അവർ നോമിനീസ്, വി ആർ പ്രൗഡ് ഓഫ് യു. ഇതിൽ വിജയിച്ചിരിക്കുന്നത് എനി ഗസ്? The winner is മങ്ങാട് സുഭദ്ര. കാരണങ്ങളാൽ നമ്മുടെ മങ്ങാട് സുഭദ്രയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് ഈ അവാർഡ് വാങ്ങാൻ നമ്മുടെ മങ്ങാട് സുഭദ്രയുടെ സ്വന്തം അനുജത്തി മിസ് മാളവികയെ ക്ഷണിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ചേച്ചിക്ക് ഇവിടെ എത്താൻ
സാധിച്ചില്ല. പിന്നെന്താ, ചേച്ചിക്ക് ഈ അവാർഡ് കിട്ടാൻ സാധിച്ചതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ചേച്ചിയുടെ ഹസ്ബൻഡിനോടാണ്. കാരണം പുള്ളി എത്രയും പെട്ടെന്ന് ചേച്ചി ഒഴിവാക്കിയോണ്ടാണല്ലോ ചേച്ചിക്ക് അവാർഡ് കിട്ടിയത്. താങ്ക്സ് ടു ഗോഡ്. അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ അവാർഡ് എനിക്ക് തന്നെ കിട്ടാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക്സ് ടു ഓൾ. താങ്ക് യു മിസ് മാളവിക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെറും 58 മിനിറ്റ് മാത്രം ഭർത്താവിനൊപ്പം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നമ്മുടെ മങ്ങാട് സുഭദ്ര. ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് മങ്ങാട് സുഭദ്ര അത് ഏറ്റുവാങ്ങാൻ വരാതിരുന്നത്? ചേച്ചിക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. ബെഡ് റെസ്റ്റോ? അതെന്ത് പറ്റി? ചേച്ചിക്ക് ഇത് 3-ാം മാസമാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് ഒട്ടും ശരീരം അനക്കരുതെന്നാ. അമ്പടി വിദ്യത്തി. ഒരു പ്രത്യേക ആരാ പോകുന്നത്? എന്റെ ചേച്ചി അത് കൂകിയതല്ല, അത് മൈക്ക് ഹൗൾ ചെയ്താണ്. ചേച്ചി അത് പിന്നിലോട്ട് മാറിയെന്നാ മതി. ആഹാ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? എങ്ങനെയെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോണോന്ന് കരുതുമ്പോ ഞങ്ങളോട് പിന്നോട്ട് പോകാൻ പറയുന്നു. ദ്രോഹി. പ്ലീസ് ലിസൺ. എന്റെ തെറ്റുവല്ലിപ്പൊ പോയേനെ. ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ ചടങ്ങിന്റെ പ്രധാന പരിപാടിയിലേക്ക് കടക്കുകയാണ്. അതിനായി നമ്മുടെ വിശിഷ്ട അതിഥികളെയും കമ്മിറ്റി മെമ്പർമാരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഇപ്പോൾ നമ്മുടെ പുഷ്പവല്ലി മാഡം എഴുതി തയ്യാറാക്കിയ വിവാഹബന്ധം വേർപെടുത്താനുള്ള 101 എളുപ്പ വഴികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതാണ്. ശരിക്കും എങ്ങനെ ഭർത്താവിനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ച് തല പെരുത്തിരിക്കുന്ന ഭാര്യമാർക്ക് ഈ പുസ്തകം ഒരു ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാം. ഇവർക്കൊക്കെ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഷോക്ക് ട്രീറ്റ്മെന്റാ. അതാണ് ഇത്. ഇനിയെങ്കിലും നന്നായാ മതിയായിരുന്നു.